എൻ്റെ ചങ്ക് കത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് അളകനന്ദയുടെ ഒരു ഡ്രോൺ ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറത്തിയതാണ്. പറത്തി മുകളിലെത്തി. അവിടെ ചമ്മു എൻ്റെ ചങ്ക് പോയിട്ടിരിക്കുകയാണ്. പാൻറ്റും എല്ലാം ഷഡ്ജം വരെ നനഞ്ഞിട്ടുണ്ട്. ഈ ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ കുണ്ടി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, കുറ്റി. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ബഗോരിയിലെ പിള്ളേർ കഴിക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി സംഭവം പൊടിയാണ്. സെറ്റായില്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു താടിയൊക്കെ ഒന്ന് വെട്ടണമെന്ന്. പക്ഷെ ഇന്നാണ് ഒരു സമാധാനമായിട്ടുള്ളൊരു സ്ഥലവും സമയമൊക്കെ കിട്ടിയത്. അപ്പോൾ അതേ ഇന്നലെ കുറേ കഷ്ടപ്പെട്ടിട്ടാണോ ഈ ഒരു സ്ഥലം കിട്ടിയത്. ഞാൻ ഏകദേശം 40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നടന്നൊരു റൂം കിട്ടാൻ വേണ്ടിയിട്ട്. സീസൺ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ചവറ റൂമുകൾക്കും 1500, 2000 അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ബഡ്ജറ്റ് ഒരു 1000 രൂപയാണ്. അങ്ങനെ വന്നിട്ടാണ് ഈ റൂം എടുത്തത്. നല്ല ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ റൂമൊക്കെ തന്നു 1000 രൂപയ്ക്ക്. അപ്പോൾ നമ്മളിതേ പതുക്കെ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇന്നലെ ടിഹരി ഡാം കണ്ടില്ലേ നമ്മൾ? അപ്പോൾ ടിഹരി ഡാമിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിങ് അവിടെ ഒരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മയാണ്. അമ്മൂമ്മ ഇങ്ങനെ നോക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ടിഹരി ഡാമിൽ പോയിട്ട് ജെറ്റ് സ്കീ, അതായത് നമ്മുടെ വാട്ടർ സ്കൂട്ടർ അല്ലേ, ആ പരിപാടി ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു 2 മാസം മുമ്പ് ഞാൻ ഈ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ചെയ്തത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അവിടെ പോകുമ്പോൾ ചെയ്യണമെന്ന്. അപ്പോൾ സാധാരണ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഗോവയിലൊക്കെ പോയാൽ നമുക്ക് അതിൻ്റെ അകത്തിരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൾക്കാർ ഓടിക്കണം, നമ്മൾ പുറകിലിരിക്കുക, മുമ്പിലിരിക്കുക, അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ സമ്മതിക്കുന്നു തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടി കോളനി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. ഇത് ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കേട്ടോ, ജാക്ക്. അപ്പോൾ ടിഹരി അല്ല, ടിഹരി ഇവിടുന്ന് കുറച്ചും കൂടി പോകണമെന്ന് തോന്നുന്നു. ന്യൂ ടിഹരി ഒരു 10 കിലോമീറ്റർ 11 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോയാൽ കോട്ടി കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ സ്പീഡ് ബോട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ജെറ്റ് സ്കീ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഇന്ന് അഡ്വഞ്ചർ വാട്ടർ സ്പോർട്ട് പരീക്ഷിക്കാൻ പോകുന്ന ടിഹരി ഡാം ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഇന്ത്യയിലെ തന്നെ 10 മേജർ ഡാമുകളിൽ ഒന്നാണെന്ന് മാത്രമല്ല 260.5 മീറ്റർ പൊക്കത്തിൽ ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് ഡാം മത്സരത്തിന് കപ്പടിച്ച ഡാമാണ്. ഒരുപാട് വർഷങ്ങളെടുത്തു ഈ ഡാമിന് ഇന്ന് കാണുന്ന ഈ രൂപത്തിലെത്താൻ. നമ്മുടെ നടൻ സിദ്ദിഖിനെ വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. 1962 സിദ്ദിഖ് ജനിച്ച കൊല്ലമാണ് ഡാം പണിയാനുള്ള ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. 72 സിദ്ദിഖിന് 10 വയസ്സുള്ളപ്പോൾ ഡിസൈൻ റെഡിയായി. അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോൾ 1978 കൺസ്ട്രക്ഷൻ തുടങ്ങി ആദ്യ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2006 സിദ്ദിഖ് ചോട്ടാ മുംബൈയിൽ മുള്ളൻ ചന്ദ്രപ്പനായിട്ട് അഭിനയിക്കുമ്പോഴാണ്. നീണ്ട 44 കൊല്ലം ടെക്നിക്കലും ഫിനാൻഷ്യലും എൻവിറോൺമെന്റിലും അങ്ങനെ പല ഇഷ്യൂസ് ഈ ഡിലേക്ക് കാരണമായിരുന്നു. കഥ പറഞ്ഞങ്ങനെ വന്നപ്പോഴേക്കും നമ്മളിതേ കോട്ടി കോളനി എത്തിയിട്ടാ. ये जेट स्की वगैरह कहाँ करता है? सब आगे आगे। ഡോമിനെ സൈഡിൽ ഒതുക്കി നിർത്തി വാട്ടർ സ്പോർട്സ് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് നടക്കുക കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ, ഇഷ്ടംപോലെ ആൾക്കാർ. ഈ കാണുന്നതാണ് നമ്മുടെ ടിഹരി ഡാം. വലിയ ഡാം കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ കാണുന്ന ആ നീല കളർ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല. അതാണ് THDC ആ ഡാമിൻ്റെ ഇതില്ലേ, ശരിക്കും ഡാം എന്ന് പറഞ്ഞ ഭാഗം, അതിൻ്റെ ബണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം എത്ര അതിൻ്റെ റേറ്റ് കാര്യങ്ങളെന്നൊക്കെ. നിറച്ച ആൾക്കാരാണല്ലോ. മൂന്ന് പ്ലാൻ ഉണ്ട്. ആദ്യത്തെ 1 മിനിറ്റിൻ്റെ, അത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല, അവരോടിക്കും, നമ്മൾ കൂടെ ഇരിക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും. രണ്ടാമത്തെ പ്ലാന് 2 മിനിറ്റ്, 2 to 2.5 മിനിറ്റ് നമുക്ക് ഓടിക്കാം, പുറകിൽ ആളിരിക്കും, എന്നിട്ട് ലേക്കിൻ്റെ നടുവിൽ വരെ പോവാം. മൂന്നാമത്തത് ലേക്കിൻ്റെ അറ്റം വരെ പോവാം, 1000 രൂപ. അപ്പോൾ ഞാൻ എടുത്തത് 500-ൻ്റെ കേട്ടോ. 2-2.5 മിനിറ്റ് നമുക്ക് ഓടിക്കാം, പുറകിൽ ആളിരിക്കും എടുത്തിട്ട്. അതെനിക്കറിയില്ലായിരുന്നു.
ഏത് പ്ലാൻ ആയാലും പുറകിൽ ആളിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇതേ ജാക്കറ്റൊക്കെ എടുത്തിട്ട്, ജാക്കറ്റല്ല ഈ സേഫ്റ്റി ജാക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ ഒരു പച്ച ഒരു സംഭവം കണ്ടില്ലേ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയൊരു സാധനം എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടു, അതേ ഗോപ്രോ ഒക്കെ ഇവിടെ വെച്ച് സെറ്റായിട്ടോ. എന്തത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തൊരു സാധനം കിടക്കുക. ഞാൻ ആദ്യം പട്ടിയെന്ന് വിചാരിച്ചൊരു പശു കേട്ടോ, അതിൻ്റെ അടിയിൽ ചൂട് കാരണം കിടക്കുക കേട്ടോ. ഇവിടെ നല്ല ചൂടാട്ടോ. നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയക്കുന്നു, ഉത്തരാഖണ്ഡിൽ മഴയാണ്, ചില സ്ഥലത്ത് വണ്ടി ഒഴുകി പോകണു, ഉരുൾപൊട്ടൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ആൾക്കാർ വിളിക്കുന്നു. പക്ഷേ ചൂട് കാരണം ഉണ്ടല്ലോ ഈ ഭാഗത്തൊന്നും നടക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് മഴയുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലായിടത്തും മഴയാണെന്ന് എനിക്ക് ന്യൂസും കാണിക്കുന്നുണ്ട്, അവിടെ മഴ ഇവിടെ മഴ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വേറെ കുറേ സർവീസൊക്കെ ഉണ്ട് കേട്ടോ, ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ട പാലല്ലേ, സസ്പെൻഷൻ ബ്രിഡ്ജ്, അങ്ങോട്ടൊക്കെ ബോട്ടിൽ നമുക്ക് പോകാം. ഒരാൾക്ക് 1000 രൂപയാണ്. ഒത്തിരി കാശ് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് 1000 രൂപ. അത് ഇത്തിരി നേരം കണ്ടുള്ളൂ, 30 മിനിറ്റ് അങ്ങനെ എന്തോ ആണ്. അവിടെ വരെ പോയിട്ട് ഇതിലെങ്ങനെ പോകണം, കുറേ ദൂരം അങ്ങനെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവർ നമ്മൾ ഓടിക്കാൻ നേരത്ത് കയറി ഇടപെടുമെന്ന് എനിക്കറിയില്ല. നോക്കാം, ആകെ 2 മിനിറ്റേ ഉള്ളൂ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ കുട്ടികളും അച്ഛന്മാരൊക്കെ ആയിട്ട്. ഇത് ഒരു ഫ്ലോട്ടിങ് ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇതിങ്ങനെ ചെയ്തു തുടങ്ങണം. ഇപ്പോൾ ഒരു കുട്ടി കയറി പോയി, കുറേ ദൂരം പോകുന്നുണ്ട് കേട്ടോ. അത് 1000-ൻ്റെ തോന്നുന്നുണ്ട്, കാരണം അത്രയും ദൂരം അറ്റം വരെ പോയിട്ടുണ്ട്. നമ്മുടെ ഈ നടുവിൽ വരെ പോകുള്ളൂ. നമ്മൾ ഈ ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സാധാരണക്കാർ തിരിച്ചെത്തിയിട്ടുണ്ട് അവർ. മേത്തക്കൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഇട്ട് തിരിക്കണു. भाई चलाने दोगे ना? हाँ നമ്മളെ കൊണ്ട് എടുപ്പിക്കില്ല എന്നാട്ടാ തോന്നണേ. ओके ठीक है. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അറ്റം വരെ ഞാൻ ഓടിച്ചു. അത് ഇവിടെ വെച്ചിട്ട് എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയില്ല. കുറച്ച് ക്ലോസ് ആയിരുന്നു മറ്റേ ഹാൻഡിലുമായിട്ട് നമ്മുടെ ചെസ്റ്റ്. അപ്പോൾ പുറകിൽ അവർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് അവിടെ ഓടിപ്പിച്ചു. അവിടുന്ന് ഈ ഒരു ഭാഗം വരെ ഏകദേശം ഈ അറ്റം വരെ ഓടിച്ചു. പിന്നെ അവിടുന്ന് ആളതെടുത്തു, കയ്യിലെടുത്തു. പിന്നെ ആൾ കിടന്ന് കറങ്ങാൻ തുടങ്ങി. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പെട്ടെന്ന് തീർന്നു പോയി, എന്നാലും അടിപൊളിയായിരുന്നു. നമുക്ക് ഓടിക്കാനൊക്കെ തന്നു. കുറേ ദൂരം അങ്ങോട്ട് ഓടിച്ചു, ഇങ്ങോട്ടൊക്കെ ഓടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറേയൊക്കെ നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നുള്ള പോലെ കേട്ടോ. ഞാൻ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അയാളുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ടായിരുന്നു പെരുമാറി. അപ്പോൾ ഞാൻ സാധാരണ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണ പോലെ ബിഹേവ് ചെയ്തു. അപ്പോൾ അയാൾ എനിക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ട് തന്നു, ഓടിച്ചു. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലത്തെ ജെറ്റ് സ്കീ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് ഇന്നതേ പതുക്കെ ഇറങ്ങാണ്. ഞാൻ ഇന്ന് രുദ്രപ്രയാഗ് റൂട്ട് വഴി ജോഷിമഠ് പോകാനുള്ള പരിപാടിയാണ്. ജോഷിമഠ് ബദ്രീനാഥ് ആ റൂട്ടിലേക്ക് കയറണമെന്നാണ്. ഇന്ന് ജോഷിമഠ് വരത്തില്ല, കുറേ ദൂരമുണ്ട്. അതുകൊണ്ട് രുദ്രപ്രയാഗ് പോകാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ചൂടാണ്, ഇവിടെ എവിടെയും മഴ എന്നൊന്നും അറിയില്ല എന്ന്. നോക്കിയേ, നല്ല നൈസ് മഴ വരുന്നുണ്ട്, ചെറുതായിട്ട് ചാർന്നുണ്ട്. ഇത് ഞാൻ ഗംഗോത്രിയിൽ നിന്ന് ഒപ്പിച്ച കുറച്ച് പ്ലാസ്റ്റിക് കവറാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ 2 ബാഗും കെട്ടി. നല്ല മഴ വരുന്നുണ്ട്, ആ റൂട്ടിലൊക്കെ മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ യാത്ര തുടങ്ങാം. ഏകദേശം 111 കിലോമീറ്റർ നമുക്ക് ഇന്ന് രുദ്രപ്രയാഗ് വരെയുണ്ട്. ഞാൻ രുദ്രപ്രയാഗ് വരെ ഇട്ടിട്ടുള്ളൂ. ബാക്കി എവിടെ നിന്നുള്ള കാര്യങ്ങൾ പോകണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. എന്തായാലും ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്.
നമ്മളിത് ഈ ടിരി ഡാമിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ, ആ ഒരു സൈഡിലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു സീറോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിഡ്ജൊക്കെ കടന്നിട്ടാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയത്. ഈ സീറോ ബ്രിഡ്ജ് മറ്റേ ഭഗീരഥിയുടെ മുകളിൽ കൂടെയാണ്, അതായത് കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിച്ച് പോകുന്ന വെള്ളം, ഡാമിൽ നിന്ന് കറണ്ടൊക്കെ എടുത്തിട്ട് വിടുന്ന വെള്ളം ഉണ്ടല്ലോ, അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് പോകുന്ന ഭഗീരഥീനെ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയേക്കാണ്. ഈ ഒരു ഭാഗത്തു നിന്നുണ്ടല്ലോ നമുക്ക് ഭഗീരഥീനെ പതുക്കെ മിസ്സാവാൻ തുടങ്ങും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ പോയിന്റ് അല്ല കേട്ടോ, കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ഭഗീരഥീനെ മിസ്സാവും. അപ്പോൾ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രി പോകുന്ന റൂട്ട് തൊട്ട് ഭഗീരഥി നമ്മുടെ കൂടെ കൂടിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭഗീരഥീനെ പിരിയാണ്. ഇന്ന് വൈകുന്നേരം പക്ഷെ നമുക്കൊരു പുതിയൊരു കൂട്ടുകാരിയെ കിട്ടും കേട്ടോ. അത് ആരാന്നൊക്കെ വൈകുന്നേരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മഴ പതുക്കെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം ജാക്കറ്റ് എടുത്തിടാന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്, പക്ഷേ ഈ നമ്മുടെ ജാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ലൈനിങ് ഉണ്ട്, പക്ഷേ അത് ഇടാൻ കുറച്ച് പാടാണ്. അതിന് ആ ലൈനിങ് ഇടണമെങ്കിൽ ഞാനിനി ഈ ജാക്കറ്റ് ഊരി അതിങ്ങനെ മലർത്തിയിട്ടിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഈ സാധനമാണ്. ദൈവം ഇത് ഊരണ്ടേ. സിബ് എവിടെ? സിബ് എന്നിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നനഞ്ഞൊരു പരിവറും. അയ്യോ കുടുങ്ങി. വണ്ടി കാത്തിരിക്കായിരുന്നു, മഴ കുറഞ്ഞു. പോവാ. ആ ഇല്ല, അടിപൊളി. ഇതെന്താണ്? സെറ്റ്. കുറേ നേരമായിട്ട് അടിപൊളി മഴ കേട്ടോ. എന്ത് രസമാണെന്നറിയാം മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാൻ. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ അമോലിന്നോ അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, അങ്ങനെ എന്താണ് ഗ്രാമത്തിൻ്റെ പേര്. ആ കാണുന്ന ഗ്രാമമാണ്, അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. അമോലി എത്താറായപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു, കുറച്ചൊരു വെളിച്ചമൊക്കെ വന്നു. പക്ഷെ ഭയങ്കര ഭംഗിയാട്ടോ ഈ ഭാഗം കാണാൻ. നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് വന്നപ്പോഴും ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡും നമ്മൾ എന്തൊരു വ്യത്യാസമാണെന്നറിയും. വന്നപ്പോൾ ഇങ്ങനെ മൊത്തം ഡ്രൈ ആയിട്ടിരുന്നൊരു സ്ഥലം, ഇപ്പോൾ നോക്കിയേ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ആ മഴയും ആ വെള്ളത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ മൊത്തം നനഞ്ഞു കേട്ടോ. അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെയല്ല, അടിയിൽ റെയിൻ കോട്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം അതെല്ലാം കൂടി ഞാൻ ഇന്ന് പാക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വെച്ചു. എല്ലാം കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ സംഭവത്തിൻ്റെ അകത്ത് വെച്ച് മറന്നത്. അപ്പോൾ പാൻറ്റും എല്ലാം ഷഡ്ജം വരെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയത്, അങ്ങനെ ഓടിച്ചു പോകണമാണ്. അപ്പോൾ അവിടെ അങ്ങനെ മേഘമൊക്കെ ആയിട്ട് കണ്ടപ്പോൾ നിർത്തിയത് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്ന ചെറിയ റോഡില്ലേ, ഗ്രാമങ്ങളുടെയും ഓരോ ചെറിയ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയുള്ള റോഡ്, ആ റോഡിൽ നിന്ന് നമ്മൾ NH7ലേക്ക് കയറി കേട്ടോ. അപ്പോൾ NH7ലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് പഞ്ചാബിലെ ഫസിൽക്ക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ട് ബദ്രീനാഥൊക്കെ റൂട്ട് കഴിഞ്ഞ് പോകുന്ന മാന എന്ന് പറഞ്ഞ വില്ലേജ് വരെ എൻഡ് ചെയ്യുന്ന ഒരു ഹൈവേ ആട്ടോ NH7. അപ്പോൾ NH7ൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അളക്നന്ദ. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ കുറേ ദിവസത്തേക്കുള്ള കൂട്ടാണ് അളക്നന്ദ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഭഗീരഥിയായിട്ട് ചേർന്ന് ഗംഗയാവാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീനഗർ എത്താൻ ഇനി ഒരു 8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് പോയിട്ടാണ് നമ്മുടെ രുദ്രപ്രയാഗ് എത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ മാപ്പ് നോക്കുമായിരുന്നു, ഹെവി റെയിൻഫോളാണ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടപ്പോൾ പറഞ്ഞേക്കണേ സിവിയർ റെയിൻഫോൾ അഹെഡ് എന്ന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അലേർട്ടൊക്കെ വന്നിട്ടുണ്ട്. രുദ്രപ്രയാഗിലല്ല, രുദ്രപ്രയാഗ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ട് മൊത്തം മഴയാവാനാണ് ചാൻസ്. ഇപ്പോൾ മഴ ഞാൻ നേരത്തെ നിർത്തിയപ്പോൾ തൊട്ട് ഇതുവരെ ഇടയിൽ ഇങ്ങനെ ചാറുന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ മഴയും ഇങ്ങനെ റോഡ് ക്ലോഷറൊക്കെ കാണിക്കുന്നുണ്ട്. രുദ്രപ്രയാഗ് 31, സമ്മർ ക്യാപിറ്റൽ ഗൈർസൈൻ 110, ബദ്രിനാഥ് 192 എന്നൊക്കെ എഴുതിയൊരു ബോർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ശ്രീനഗറിൽ കൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ സ്ഥലമാണ് കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു ശ്രീനഗർ ഇത്ര വലിയ സ്ഥലമാണ്.
ഇവിടെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഞാൻ അവിടെ NIT ശ്രീനഗറിൽ കണ്ടു. അപ്പോൾ അതാണോ ഇനി വേറെ വല്ലതും ആണോ എന്നറിയില്ല. അപ്പം എന്തായാലും 31 കിലോമീറ്ററേ ഉള്ളൂ ഇനി രുദ്രപ്രയാഗ്. മഴയുടെ ശല്യമൊന്നുമില്ല. ഈ സൈഡിൽ കൂടെ അളകനന്ദ ഒഴുകുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇടത്തെ ഭാഗത്ത് കൂടെ. ഇപ്പം കാണില്ല, കുറച്ചപ്പുറത്താണ്, പക്ഷെ നേരത്തെ കാണാനുണ്ടായിരുന്നു. അതിൻ്റെ വീതി ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഭഗീരഥി കണ്ട പോലെ ഒന്നല്ല, ഈ വീതി ഒന്നല്ല, നല്ല വീതിയുള്ള ഒരു നദിയാണ് കേട്ടോ അളകനന്ദ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഗംഗയുടെ ഉദ്ഭവം ഗോമുഖാണ്, ഗംഗോത്രിയാണെന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഉണ്ടല്ലോ, ശരിക്കും ഹൈഡ്രോളജി വെച്ച് നോക്കുമ്പോൾ അളകനന്ദയാണ് ഗംഗേനെ ഫീഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഗംഗയിലത്തെ വെള്ളം വരുന്നത് അളകനന്ദയെന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അളകനന്ദയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. പശു ചാടുന്നുണ്ടല്ലോ, ഇത്ര പശുക്കളെന്ന് നോക്കിയേ. ഇവിടെയൊക്കെ നിറച്ചും കടകളുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഇത്രയും വലിയൊരു ടൗണിൽ കൂടെ വന്നിട്ട്. നമുക്ക് വ്യൂവും കണ്ടൊരു ചായ കുടിച്ചാലോ? വണ്ടിക്ക് ഇപ്പോഴും കേട്ടോ ഹിമാലയത്തിൽ കൂടെ ഒക്കെ ഓടിച്ചൊരു ഫീൽ വരണേ. ആ വെള്ളവും ചെളിയൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. നല്ല മഴ വരുന്നുണ്ട്. ഞാൻ പുറത്ത് ഈ ഭാഗത്തായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നൈസ് മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജാക്കറ്റും കാര്യങ്ങളും ഹെൽമെറ്റൊക്കെ അകത്തുകൊണ്ട് വെച്ചു. ഒരു ചായം പറഞ്ഞു കേട്ടോ. അതേ അളകുന്നത് ഒഴുകുന്നുണ്ടോ? എൻ്റെ അകത്തുനിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ടേ. എൻ്റെ ദൈവമേ എന്താ രസം നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കാമായിട്ടാട്ടോ അത് ഒഴുകണേ. പക്ഷെ എന്തായാലും അത് കാമായിരിക്കില്ല, നല്ല ഒഴുക്കായിരിക്കും. ഇടയിൽ ഇങ്ങനെ വലിയ മരത്തിൻ്റെ തടിയൊക്കെ ഒഴുകി പോകണ കാണാൻ കേട്ടോ. ആ മലയുടെ മുകളിലൊക്കെ ഉണ്ടോ, കോടമഞ്ഞാണോ മേഘാണോ മനസ്സിലാവണില്ല. കുറേ ഭാഗത്ത് ഇതൊക്കെ മേഘാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. ഞാൻ ഒരു ചായ പിടിച്ചിട്ടുണ്ട്, ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നമുക്ക് പതുക്കെ പോവാം. കുറേ നേരമായിട്ടോ അതിൻ്റെ അകത്ത് ഇരിക്കുന്നു. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴക്കാലത്ത് വൈകുന്നേരം ഒരു 2:30, 3, 4 ആ സ്കൂളിൽ വിടുന്ന സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴ വരുന്നതിൻ്റെ ഒരു ഇരുട്ടും ആ ഒരു തണുത്ത കാറ്റൊക്കെ വരില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ടീച്ചർമാരൊക്കെ ഫാൻ ഓഫ് ചെയ്യണ ഒരു സമയമുണ്ടല്ലോ, ആ തണുപ്പൊക്കെ കൂടുന്ന. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ അകത്ത് അളകുന്നതേന്ന് ഇങ്ങനെ കാറ്റടിച്ചിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഈ ഒരു കാറിലുണ്ടായിരുന്ന കുറച്ച് സർദാർജിമാരായിരുന്നു കേട്ടോ. അവർ പഞ്ചാബിൽ നിന്നാണ് അങ്ങോട്ട് വരണ, പഞ്ചാബ് PB ആണ്. അപ്പോൾ അവർ ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞിട്ടൊരു ഗുരുദ്വാരയുണ്ട് ജോഷിമഠ് എന്നൊക്കെ, പിന്നെയും കുറച്ചും കൂടി മുമ്പിലേക്ക് പോയിട്ട് ട്രക്കൊക്കെ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് വരാനാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കായിരുന്നു എങ്ങനെ അവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. 3 സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ട് ഇത്ര. അവർക്ക് 4 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് കിട്ടി ഇത്ര 1 മണിക്കൂർ 1 കിലോമീറ്റർ എന്താ കവർ ചെയ്യാൻ 4 മണിക്കൂർ എടുത്തു. ഭയങ്കര ട്രാഫിക്കാണ്, പക്ഷെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ മറ്റന്നാളത്തോടെ ശരിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബദ്രിനാഥ് റൂട്ടിൽ പോയിട്ട് എനിക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോകണമെന്നുണ്ട്, പൂക്കളുടെ താഴ്വാരം. അതെ, അപ്പോൾ അവിടെ പോകണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ മണാന്ന് പറഞ്ഞിട്ട് ബദ്രിനാഥ് കഴിഞ്ഞ് പോയിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട്, അവിടെയൊക്കെ പോകണമെന്ന് ഞാൻ വിചാരിക്കണം. പക്ഷേ ഇത് എത്രത്തോളം പറ്റുന്നറിയില്ല. എന്തായാലും ഞാൻ ഗംഗോത്രി പോലെ അങ്ങനെ വിട്ടിട്ട് പോരാൻ ഉദ്ദേശിക്കുന്നില്ല, എന്തായാലും പോവാണ്. എൻ്റെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലും. അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡാണ്, അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ. പക്ഷെ എന്തായാലും പോയി നോക്കുകയാണ്. എനിക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ട് അത് പോവാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് രുദ്രപ്രയാഗിലേക്ക് വിടാം. എൻ്റെ ചങ്ക് കത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് അളകനന്ദയുടെ ഒരു ഡ്രോൺ ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറത്തിയതാണ്. പറത്തി മുകളിലെത്തി. അവിടെ എൻ്റെ ചങ്ക് പോയിട്ടിരിക്കുക. ഇതേ കിടക്കണോ ഡ്രോൺ അവിടെ. എന്തോ ഭാഗ്യത്തിന് വെള്ളത്തിൽ പോയില്ല. ഹോം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എവിടുന്ന് പൊന്തിയോ അവിടെ നിന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവിടുന്നാണ് പൊന്തിയത്, ഇവിടുന്ന് ഞാൻ പൊക്കിയത്. അത് അപ്ഡേറ്റ് ആയിട്ട് അവിടെ പോയിട്ട് ലാൻഡ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന്, അതായത് ക്രാഷ് ലാൻഡ് ചെയ്തിട്ടില്ല, പോയിട്ട് ലാൻഡ് ചെയ്തു. അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇത് പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഇനി എങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ വയ്യാവേലികൾ വരുന്നത് ഞാൻ കറക്റ്റ് ഇങ്ങനെ ഇരുട്ടൊക്കെ ആവുന്നതിന് മുമ്പ് പോയി എത്താമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഭംഗി കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇതെടുത്തതാണ്. ഈ താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ കൂടെ പോകാൻ പറ്റുമായിരിക്കും, പക്ഷേ എത്രത്തോളം ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നറിയില്ല ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങട്ടെ. ഓരോ അബദ്ധം പറ്റണതേ. പാവം എൻ്റെ ഡ്രോണിൻ്റെ താഴെ കിടക്കണം. അവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടാമത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് പൊക്കുന്നത് എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയില്ല. അവിടെ ആ മതിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ താഴത്തേക്ക് പോവാണ്, അവിടെ പോയിട്ട് നോക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് എടുക്കാം. എൻ്റെ ചങ്ക് നിന്ന് പോയിട്ടാ. അത് പോയിരുന്നെങ്കിൽ എനിക്ക് സൈക്കില്ലായിരുന്നു. എൻ്റെ ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് അവിടെ പോയി വീണത് കേട്ടോ.
എൻ്റെ അമ്മു ഇനി ഇവിടുന്ന് ഇറങ്ങാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഓ നൈസ്, ഒരു വഴിയുണ്ട്. ഒരു വീഴ്ചയ്ക്കുള്ള എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ദിവസം അല്ലെങ്കിൽ ഇത് ഇന്ന് പുഴയിൽ പോയേനെ. എൻ്റെ സമാധാനം മൊത്തം പോയേനെ അതോട് കൂടിയിട്ട്. കുപ്പിച്ചില്ല മൊത്തം. മലയാളി വ്ളോഗർ പാമ്പ് കടി ഏറ്റവും പഠിച്ചു എന്നിട്ട് കാണിക്കും ഇനി. ഒരു കടമ്പ കടന്ന് കിട്ടി. ഇനി അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നണം കേട്ടോ. അയ്യോ ഇനി ബുദ്ധിമുട്ടുണ്ട്. ഞാനങ്ങ് ഇവിടെ വീണുമ്പോൾ ഒരു മനുഷ്യനെ അറിയും കൂടി ഇല്ല. കുഴപ്പമില്ല, ചിലപ്പോൾ ബൈക്ക് ഇരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും നോക്കി വരുമായിരിക്കും. Yay! എന്തായി? കുഴപ്പമൊന്നുമില്ല. ഞാൻ വെച്ച് ലീഫ് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ടാവുന്നു. അയ്യോ ഇപ്പോഴാണെന്ന് സമാധാനമായ. തിരിച്ചു പോണ്ടേ നീ? ഓരോരോരോ ഐറ്റംസ് ഉണ്ടാവണത്. എന്താണോ അങ്ങനെ കണക്ഷൻ പോയിട്ടേ ഇല്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ അത് ഇത്രയൊന്നും ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് ഡിലേ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആയിപ്പോയി. ഡ്രോണിനെ പോക്കറ്റിൽ ഇട്ടു കേട്ടോ. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം. എടുത്ത് പെട്ടിയിലാക്കി വെച്ചു കേട്ടോ. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒരു പ്ലെയിൻ സ്ഥലം അങ്ങനെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് പറത്തി നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ പറത്തി നോക്കണ റിസ്ക്കാണ്. പിന്നെ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടാവില്ലേ? ഇനി ഇറങ്ങാൻ വയ്യ. പിന്നെ എനിക്കൊരു ഡ്രോൺ നഷ്ടപ്പെടുത്താൻ പറ്റിയൊരു അവസ്ഥയിലല്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിർത്തണമെന്നോ അത് കാണിക്കണമെന്നൊന്നും വിചാരിച്ചല്ല. പക്ഷെ എന്തായാലും പോണ വഴിക്ക് ഇങ്ങനെ നമ്മളൊരു ബി റോളായിട്ട് പാട്ടിൻ്റെ ഇടയിൽ വ്യൂ ഇടില്ലേ അളക്നന്ദയുടെ, അതുപോലെ ഇടാന്ന് വിചാരിച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാമെന്ന് വെച്ച് നിർത്തിയതാണ്. അതിങ്ങനെയായി പോവാ. ആയി അങ്ങനെ എന്താ ചെയ്യാലോ, ആൾക്കാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. നമ്മൾ വണ്ടി ഓടിച്ച് രുദ്രപ്രയാഗ് എത്തിയേക്കാണ് കേട്ടോ. മന്ദാകിനി നദിയും അളകനന്ദയും കൂടി ചേർന്ന് പിന്നെ അളകനന്ദയായിട്ട് ഒഴുകാണ്. മന്ദാകിനിക്ക് സങ്കടമാവില്ല. അപ്പോൾ എന്തായാലും അത് അതിൻ്റെ ആ ജംഗ്ഷൻ വരുന്ന ആ സംഘം കുറച്ചും കൂടി പോകണം കേട്ടോ, ഒരു 3 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു റൂം തപ്പാന്ന് വിചാരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ റൂംസ് ഉണ്ട് കേട്ടോ. ആ സംഘത്തിൻ്റെ ഭാഗത്ത് അധികം ഹോട്ടൽസ് കാണുന്നില്ല മാപ്പിൽ, പക്ഷെ ഇവിടെ കുറേ കാണിക്കുന്നുണ്ട്. ഇവിടെ കുറേ ബാങ്കും ഓഫീസുകളും കടകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വലിയൊരു ടൗണാണ് രുദ്രപ്രയാഗ്. ഞാൻ എവിടെയെങ്കിലും ഒരു ലോഡ്ജ് തപ്പി പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഒരു 4-5 റൂം അവിടെ ഇവിടെയൊക്കെ കയറി നോക്കിയിട്ട് അവസാനം ബദ്രിനാഥ് കേദാർനാഥ് മന്ത്രിസമിതിയുടെ ഒരു റൂമിലേക്ക് കിട്ടി കേട്ടോ. ഇതാണ് റൂം. ഭയങ്കര ബേസിക് ആയിട്ടുള്ള റൂമാണ്. പക്ഷെ ഇതിന് മുമ്പ് കണ്ടതൊക്കെ ഉണ്ടല്ലോ, അൾട്രാ ഷെയ്ഡി ആയിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ചെറിയൊരു മണമൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാത്റൂം പിന്നെ പറയണ്ട, കുഴപ്പമില്ല. എന്തായാലും ഇത്ര നേരം കണ്ടതിനേക്കാൾ റോഡിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന റോഡാണിത്. ആ റോഡിൻ്റെ തൊട്ട് സൈഡിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. 600 രൂപയുള്ള ഒരു ദിവസത്തേക്ക് യാത്രി വിശ്രാം ഗ്രഹം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. റിസപ്ഷനിലെ ആളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു പൂട്ട് ചോദിക്കട്ടെ. അയാൾക്ക് ATM ന്ന് പൈസ എടുത്തു കൊടുക്കണം, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ചോദിക്കട്ടെ. ताला है क्या कुंडी के लिए ताला है क्या? ताला वही खिड़की पे रखा है. अच्छा ओके. ഈ ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ കുണ്ടി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, കുറ്റി. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സാധനം ഇവിടെ ഉണ്ട്. ഇത് ചോദിച്ചിട്ട് ഞാൻ പോയത്. ഈ കുണ്ടിയിലിടാനുള്ള പൂട്ട് ചോദിച്ചിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ ഞാൻ റിസപ്ഷനിൽ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ കേരളത്താന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോകുമ്പോൾ പൂട്ടിയിട്ട് പോകണം. അപ്പോൾ കുണ്ടി ലഗാനാന്ന് പറഞ്ഞത്, പൂട്ടിയിട്ട് പോകണം. എന്നിട്ട് എന്നോട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ഞാനിവിടെ ഇതിനു മുമ്പ് മലയാളികൾ വരുമ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും ഇത്ര കേരളത്തിൽ നിന്നോട് വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവിടെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല കമ്പനി ആയിട്ടുള്ള സ്റ്റാഫാണ്. നമുക്ക് പുറത്തേക്ക് പോകാം. ഇതൊന്ന് കുറ്റിയിട്ടിട്ട്
പോയിട്ട് നമുക്ക് ഇവിടുത്തെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് മാർക്കറ്റ് കുറേ മാമ്പഴം ഇരിക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ കുറച്ച് മാമ്പഴമൊക്കെ മേടിക്കാൻ പോയിട്ട് അങ്ങനെ മാർക്കറ്റ് കൂടെ നടക്കാം. ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ആൽമരത്തിൻ്റെ സൈഡിലാണ് ATM എന്ന് പറഞ്ഞു. ഇതാ കാണുന്നതാണ് ആൽമരം. അതിൻ്റെ സൈഡിൽ ATM ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ നിറച്ച് ഫ്രൂട്ട്സ്, മാങ്ങകൾ വെച്ചേക്കണുണ്ടോ. ഇതൊക്കെ ദശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി മാംഗോ ആട്ടോ. അത് നമ്മളെ പോലെ ഇങ്ങനെ ചെത്തി കഴിക്കണ, നമ്മുടെ ഇങ്ങനെ ചപ്പി കുടിക്കണ മാങ്ങകളില്ലേ, അങ്ങനത്തെ മാങ്ങകളാണ് ഇതൊക്കെ. ദശേരി മാംഗോസ് ആണ് ഇത്. ബേസിക്കലി UP നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ATM എന്നിട്ട് പൈസ എടുക്കട്ടെ. ഒട്ടും പൈസ ഇല്ല. ATM പൈസ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ നടക്കുക കേട്ടോ. സംഘത്തിലേക്ക് നമുക്ക് നാളെ പോകാം. നാളെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് കാണാം. ഇപ്പോൾ ഈ ചെന്ന് കഴിഞ്ഞ് ഇരുട്ടാവും, കുറച്ചങ്ങനെ നടക്കാണ്ട്. ചിലപ്പോഴത്തേക്ക് ഇരുട്ടാവും, അപ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. നാളെ വൃത്തിയായിട്ട് കാണാം. ഇതെവിടെ ഒരു ചേട്ടൻ മാങ്ങ വിൽക്കുന്നു. ഒരു ചേട്ടനല്ല അല്ലേ, ഇവിടെ ഉള്ളവരൊക്കെ മാങ്ങ വിൽക്കുകയാണ്. അവിടെയൊക്കെ പച്ചക്കറി കടയും, പച്ചക്കറി അല്ല സോറി ഫ്രൂട്ട്സ് ആണ് കേട്ടോ നമുക്കത്. दशहरी है क्या भाई? ये वाला ये कितने का है? 100 का 2 किलो है, 100 का 1.5 किलो. നമുക്ക് 2-3 എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ബഗോരിയിലായിരുന്നപ്പോഴും അവിടെ ആൾക്കാർ ഇത് കഴിക്കണുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് അന്ന് നോക്കിയിട്ട് ആ ഭാഗത്തൊന്നും ഇവിടെ മാങ്ങ വിൽക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ കുട്ടികളൊക്കെ ഇതിങ്ങനെ ചപ്പി കഴിച്ച് നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ കഴിക്കാമെന്ന്. അതിങ്ങനെ ആദ്യം നമ്മൾ സൈഡിൽ നിന്നൊക്കെ പീച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അവർ കഴിക്കണുണ്ടേക്കണേ. നമുക്ക് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കത് കണ്ടപ്പോൾ തൊട്ടൊന്നും കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഫൈബർലെസ് ആണ്, ഇതിനകത്ത് നാരൊന്നുമില്ല, ഫ്ലഷ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ പൈസ കൊടുത്ത് റൂമിൽ കയറി കേട്ടോ. മാങ്ങ എടുക്കുക, നല്ല വൃത്തിയായിട്ട് കഴുകുക. ഞാൻ ദേ കഴുകി. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഞെക്കുക. ഞെക്കി മാക്സിമം ഞെക്കി അതിൻ്റെ അകത്ത് പൾപ്പ് മുഴുവൻ ഇങ്ങനെ ജ്യൂസ് ആക്കാൻ നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ടാ? കുറേ ഞെക്കി കഴിയുമ്പോണ്ടല്ലോ കാറ്റ് പോയ ഫുട്ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റം നമ്മൾ വെറുതെ ഒന്ന് പൊട്ടിച്ച് കളയുക. ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഓ ബഗോരിയിലെ പിള്ളേർ കഴിക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി സംഭവം പൊളിയാണ്. കുറച്ച് മെസ്സി ആവും കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് അടിപൊളി, ഭയങ്കര ടേസ്റ്റ്. കാർ ലൈഫ് മാൻ ലൈഫൊക്കെ വിട്ട് ഹരിയാനക്കാരത് ഒരു ട്രാക്ടർ ലൈഫാട്ടോ. ഇതിന് മുമ്പിൽ താറാണെങ്കിലും ബാക്കിൽ ട്രാക്ടറിൻ്റെ പുറകിൽ കിട്ടുന്ന സാധനമൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ലേ, സ്ത്രീകളൊക്കെ. അപ്പം ഞാൻ രാവിലെ ഒരു 7 മണിക്ക് എന്നിട്ട് ഇവിടെ ഇവിടെ സംഘത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചാൽ കേട്ടോ. നല്ല മഴയായിരുന്നു, രാവിലെ മൊത്തം മഴയായിരുന്നു. ഞാൻ ഒരു 9-9:30-10 മണി വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ, മൊത്തം മഴയായിരിക്കും എന്ന് വിചാരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞതേ ഈ നേരമായപ്പോഴത്തേക്കും മഴയൊക്കെ പോയി. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ മൊത്തം ഡ്രൈ ആയി. അപ്പോൾ അതേ സംഘത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടനിരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. റൂമിൻ്റെ ഭാഗത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല, അതുപോലെ ബഹളാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 बजे से 11 से 2. अच्छा. ഇവിടുന്ന് താഴത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, റിവറിൻ്റെ താഴത്തേക്ക്. ഇന്നലെ കണ്ട പോലെയേ അല്ല കേട്ടോ ഇവിടെ അളകനന്ദ ഒഴുകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ താഴത്തേക്കുള്ളൊരു വഴി ഒരു ചേട്ടനെടുത്ത് ചോദിച്ചപ്പോൾ അങ്ങേര് പറയാണ് ഈ ഭാഗത്തേക്ക് ഇന്ന് ഇറങ്ങരുത്, താഴത്തേക്ക് ഇറങ്ങരുത്. കാരണം ഇന്ന് 11 മണി തൊട്ട് 2 മണി വരെ ഭയങ്കരമായിട്ട് കുത്തിയൊലിച്ച് പോകാമെന്ന് ഇവിടെ അനൗൺസ് ചെയ്തിട്ട് വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. ആരും റിവറിലേക്ക് ഇറങ്ങരുത്, കുളിക്കരുതെന്നൊക്കെ. അത് ഈ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 11-11:30 ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു സൈറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ മണ്ഡപം പോലെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ താന്നു വേണ്ടത്. പക്ഷേ കുറേ നാൾ മുമ്പ് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ, ഇപ്പം ഉണ്ടാക്കണമല്ല. പക്ഷേ ഇതൊക്കെ ഫ്രഷാണ്. ഇത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഇത്രയും ഇതായിട്ട് റഫായിട്ടല്ല ഒഴുകിയിരുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് നടക്കാം കേട്ടോ. ആ സൈഡിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്, സംഘം വരുന്നത്. മന്ദാകിനി നദിയും അളകനന്ദയും കൂടിച്ചേരുന്ന ആ ഭാഗത്താട്ടോ. രുദ്രപ്രയാഗ് ജി കാ പ്രാചീൻ മന്ദിർ, പഴയ മന്ദിർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഹോട്ടൽ, അങ്ങനെ ചെറിയ ഗ്രോസറി സ്റ്റോഴ്സും ഒക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ വീടുകളാണ് കേട്ടോ. भाई ये आपका नाम? साजन. ठीक है. ये संगम के लिए यही रास्ता है ना? हाँ ठीक है.
പാമ്പായി കേട്ടോ. അപ്പോൾ പയ്യനിങ്ങനെ വീഡിയോ കണ്ടിടുന്ന ഹലോ ഗായ്സൊക്കെ നിങ്ങളുടെ അടുത്ത് വിഷ് ചെയ്താട്ടോ. അപ്പോൾ ഇതിൽ നിറച്ച് വീടുകളുടെ ഇടയിൽ കൂടെ ഒരു വഴിയാട്ടോ. ഇത്ര നേരം ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല സമാധാനമായി. ഞാൻ എന്തായാലും ഇന്നിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചത് ഒരു കണക്കിന് നല്ല കാര്യമാണ്. ഒന്നാമത്തത് അവിടെ ലാൻഡ് സ്ലൈഡ് 3 സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആവും നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളത് ഇത് വീക്കെൻഡാണ്. അപ്പോൾ നിറച്ച് പിൽഗ്രിംസാണ്. ഹിന്ദുസ് പോകുന്നത് ബദ്രിനാഥിലേക്ക്, സിഖുകാർ പോകുന്നത് മറ്റേ ഗുരുദ്വാരയിലേക്ക്. അപ്പോൾ രണ്ടും കൂടി നല്ല തിരക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നടന്നതേ അടിപൊളി ഒരു സ്ഥലത്തെത്തി കേട്ടോ. അവിടെ ഒരു മന്ദിരമുണ്ട്, ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, ഒരു പഴയ രാല്, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു കുട്ടിക്കുരങ്ങനെ നോക്കി. അത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കുട്ടിക്കുരങ്ങന്മാർ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ മരങ്ങളും ഒരു ചെറിയ അമ്പലവും കുറേ കുരങ്ങന്മാരും അവരുടെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളങ്ങനെ ദേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇതേ സംഘത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്താണ് തോന്നുന്നു കേട്ടോ സംഘം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് വെള്ളത്തിലേക്കല്ല, ആ ഒരു പോയിന്റ് വരെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ. ഈ രുദ്രപ്രയാഗ് സംഘത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരദൻ ഇവിടെ വെച്ചിട്ടാണ് തപസ് ചെയ്തിട്ട് പാട്ട് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് മ്യൂസിക് പഠിപ്പിച്ചു കൊടുത്തത്, പാട്ടല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി എത്തുന്നത് സംഘത്തിലേക്കാട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ കോൺക്രീറ്റിന് മുകളിലൊക്കെ മണ്ണ് വന്നടിഞ്ഞിട്ട് കണ്ടോ, മൊത്തം മണ്ണാണ്. അപ്പോൾ അതേ മന്ദാകിനി മന്ദഗതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒഴുകി. അത് ഇങ്ങനെ സ്ലോ ആയിട്ട് ഒഴുകുന്ന ഒരു റിവറാണ്. ഇപ്പുറത്ത് അളകനന്ദയാണ് നല്ല ശൗര്യത്തോടു കൂടി ഒഴുകണം കേട്ടോ. അതിൻ്റെ ഒഴുക്ക് ശരിക്കും നമുക്ക് കണ്ടത് ഇവിടേക്കൊക്കെ കയറി തുടങ്ങി. അപ്പോൾ കുറച്ച് നേരത്തിൽ ഇതിങ്ങോട്ടൊക്കെ കയറുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു പോയതാട്ടോ. ഈ ഒരു ലൈനിലാട്ടോ രണ്ട് നദിയും കൂട്ടിമുട്ടണേ. ആ ഒരു കറണ്ടിൻ്റെ കളറിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് ഈ നദി വരുന്നു, അപ്പുറത്ത് ആ നദി ഒഴുകുന്നു. ഈ ഒരു ലൈനിൽ കൂടെ അങ്ങനെ കൂട്ടിമുട്ടി അങ്ങനെ ഒഴുകി മുന്നോട്ട് പോകുന്നു. സംഘത്തുനിന്ന് നമ്മളൊക്കെ ഏറ്റവും കയറി തിരിച്ച് മുകളിലെത്തി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചുരുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നല്ല സൈനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം തെളിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസത്തേക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇത്രയും നീലൊന്നും കാണാറില്ല. ആ ഒരു ഗ്രേ കളറിലൊക്കെയാണ് കാണാറ്. നല്ല വെയിൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മുടെ തിഹരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയും വഴിയിലെ കാഴ്ചകളും ഇടയിൽ ഡ്രോണിൻ്റെ കുറുമ്പുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് പോകണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ബദ്രിനാഥ് വഴി മാണാന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ ചുരുക്കമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.